അപ്പോൾ നമുക്ക് തുകയും വ്യത്യാസവും ആയി ബന്ധപ്പെട്ട കണക്കുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3 ചോദ്യങ്ങളുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2 സംഖ്യകളുടെ തുക 120ഉം വ്യത്യാസം 80ഉം ആയാൽ വലിയ സംഖ്യ ഏതാണ്, ചെറിയ സംഖ്യ ഏതാണ്? അപ്പോൾ വലിയ സംഖ്യയും കാണണം, ചെറിയ സംഖ്യയും കാണണം. ഇതിന് എളുപ്പമാർഗ്ഗമുണ്ട്. നമ്മൾ ആ എളുപ്പമാർഗ്ഗമാണ് ചെയ്യുക. തന്നിരിക്കുന്ന 120 തുക, തന്നിരിക്കുന്ന വ്യത്യാസം ഈ 80 തമ്മിൽ കൂട്ടുക, നമുക്ക് 200 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ തന്നിരിക്കുന്ന 200ൻ്റെ പകുതി എടുക്കുക. എത്ര കിട്ടും? 100 കിട്ടി. ഇതാണ് നമ്മുടെ വലിയ സംഖ്യ. എളുപ്പമല്ലേ? ഈ ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നതിൽ എന്താണ്? ഈ തന്നിരിക്കുന്ന തുകയിൽ നിന്നും വ്യത്യാസം കുറക്കുക. 120ൽ നിന്ന് 80 കുറച്ചാൽ നമുക്ക് 40 കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഈ 40നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമുക്ക് 20 കിട്ടും. അതായത് വലിയ സംഖ്യ 100, ചെറിയ സംഖ്യ 20. ക്ലിയർ ആണല്ലോ? ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? തുക 120 അല്ലേ? അതായത് ഈ 100ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ 120 കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിയാണ്. ഇനി വ്യത്യാസം 80 അല്ലേ? അതായത് 100ൽ നിന്ന് 20 കുറച്ചാൽ നമുക്ക് 80 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ വളരെ ശരിയാണ്. വലിയ സംഖ്യ 100, ചെറിയ സംഖ്യ 20. നമുക്കൊരു 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്താണ്? തുക 100, വ്യത്യാസം 30. അപ്പോൾ വലിയ സംഖ്യ കാണുവാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 100ൻ്റെ കൂടെ തുകയുടെ കൂടെ വ്യത്യാസം കൂട്ടുക, 130 കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 130നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമുക്ക് 65 എന്ന് കിട്ടും. ഇതാണ് വലിയ സംഖ്യ. ഇനി ചെറിയ സംഖ്യയാണ് കാണുന്നതെങ്കിലോ എന്ത് ചെയ്യണം? ആ 100ൽ നിന്ന് തുകയിൽ നിന്ന് വ്യത്യാസമായ 30 കുറക്കുക, 70 കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 70ൻ്റെ പകുതി എടുക്കുക, നമുക്ക് എത്ര കിട്ടി? 35 ആൻസർ കിട്ടി. അതായത് വലിയ സംഖ്യ 65ആണ്, ചെറിയ സംഖ്യ 35ആണ്. ഇത് ശരിയാണെന്ന് നോക്കാനായിട്ട് ഈ തുക നമ്പറുകൾ നമ്മൾ കൂട്ടിയാൽ പോലെ തുക കിട്ടാനായിട്ട് 65 35 കൂടെ കൂട്ടി നോക്കുക, നമുക്ക് 100 കിട്ടും. ഓക്കെയാണ്. ഇനി 65ൽ നിന്ന് 35 കുറച്ച് കഴിഞ്ഞാൽ വ്യത്യാസമായ 30 കിട്ടും. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തു. എനിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്തേക്കാം. തുക 74, വ്യത്യാസം 18, തമ്മിൽ കൂട്ടുക 12, 7, 8, 9, 92 കിട്ടി. അടുത്ത സ്റ്റെപ്പ് ഈ 92ൻ്റെ പകുതി എടുക്കുക, എത്ര കിട്ടും? 46 എന്ന് കിട്ടും. ഇത് വലിയ സംഖ്യയാണ്. ഈ ചെറിയ സംഖ്യ കാണുവാനായിട്ട് എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന തുകയിൽ നിന്നും വ്യത്യാസമായ 18 കുറക്കുക. 14ൽ നിന്ന് 8 പോയാൽ 6, 6ൽ നിന്ന് 1 പോയാൽ 5, 56 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന 56ൻ്റെ പകുതി എടുക്കുക. 56ൻ്റെ പകുതി 28. ചെറിയ സംഖ്യയും കിട്ടി. ഇത് ശരിയാണെന്ന് കണ്ടിട്ട് കൂട്ടിയാൽ പോരെ. 46 28 കൂടെ കൂട്ടിയാൽ 40 20 60, 8 ഓറും 14 അല്ല 60, 74 എന്ന് നമുക്ക് കിട്ടും. 46ൽ നിന്ന് 28 കുറച്ചാൽ നമുക്ക് 18 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മൾ മത്സര പരീക്ഷകൾക്ക് എല്ലാ ഈ തുകയും വ്യത്യാസവും ഒക്കെ തന്നിട്ട് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കേ.